ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റാഡ്ക്ലിഫ് ബ്രൗണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫങ്ഷണലിസം അല്ലെങ്കിൽ കണ്ടംപററി ഫങ്ഷണലിസ്റ്റ് ആശയത്തിന്റെ പ്രധാന വക്താക്കളായിരുന്നു മെൽനോസ്കിയെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റാഡ്ക്ലിഫ് ബ്രൗണിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻസ് അതൊക്കെ നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസവുമായി ബന്ധപ്പെടുത്തിയ കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലണ്ടുകാരനാണ് അല്ലേ, റാഡ്ക്ലിഫ് ബ്രൗൺ. അതുപോലെ തന്നെ ബിലോങ് ടു ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് ആന്ത്രോപോളജി ആൻഡ് ഹി ഓൾസോ കോ ഫൗണ്ടർ ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി വിത്ത് മാലിനോസ്കി. അപ്പോൾ മാലിനോസ്കിയുമായി ചേർന്നുകൊണ്ട് സോഷ്യൽ ആന്ത്രോപോളജി ഫൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോ ഫൗണ്ടർ ആണ്. സോഷ്യൽ ആന്ത്രോപോളജിയുടെ കോ ഫൗണ്ടർ കൂടിയാണ് റാഡ്ക്ലിഫ് ബ്രൗൺ നമുക്ക് പറയാം. പക്ഷേ റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്ന മാലിനോസ്കിയുടെ ആശയത്തെ അല്ലെങ്കിൽ മാലിനോസ്കിയുടെ ഫങ്ഷണലിസം എന്ന ആശയത്തിന് വിപരീതമായിട്ടാണ് അദ്ദേഹം ചിന്തിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്യൂർ ഫങ്ഷണലിസ്റ്റ് അല്ല റാഡ്ക്ലിഫ് ബ്രൗൺ. അപ്പോൾ പ്യൂർ ഫങ്ഷണലിസ്റ്റ് എന്ന് പറയുന്നത് മാലിനോസ്കി ആയിരുന്നു. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഫങ്ഷണലിസം എന്ന് പറയുന്നത് അത് സ്ട്രക്ചറൽ ആണ് എന്നാണ് അദ്ദേഹം പല അവസരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെ അദ്ദേഹം അത് പ്രൂവ് ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഓക്കെ, അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗൺ ആരാണ്? മെയിൻലി ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് അദ്ദേഹമാണ് ഫാദർ ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ആരും ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ ഫാദർ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? റാഡ്ക്ലിഫ് ബ്രൗൺ ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. റാഡ്ക്ലിഫ് ബ്രൗണും മാലിനോസ്കിയും 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന എവല്യൂഷനിസത്തെ വിമർശിക്കുന്നവരായിരുന്നു. അതായത് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആധികാരികമായിട്ടുള്ള ചരിത്രത്തെ അല്ലെങ്കിൽ മുൻകാല ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംസ്കാരങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മനസ്സിലാക്കുന്നതിനുപരിയായിട്ട് യാഥാർത്ഥ്യങ്ങളെ നിരീക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ നമ്മൾ പ്രസന്റ്ലി ഉള്ള കാര്യങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളൊരു അല്ലെങ്കിൽ പഠനം സാധ്യമാക്കുക എന്നുള്ളൊരു ചിന്താഗതിക്കാരായിരുന്നു റാഡ്ക്ലിഫ് ബ്രൗണും അതുപോലെ തന്നെ മാലിനോസ്കി. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം മാലിനോസ്കി ആണെങ്കിൽ നമ്മൾ കൾച്ചർ ട്രൈറ്റ് അത് പ്രസന്റ്ലി എങ്ങനെയാണെന്നുള്ള അല്ലെങ്കിൽ പ്രസന്റ്ലി എങ്ങനെ കണക്ട് ചെയ്യുന്നു, മനുഷ്യരുടെ ആവശ്യവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പഠനം നടത്തിയത്. സോ ഇത്തരത്തിൽ നിരീക്ഷിച്ച യാഥാർത്ഥ്യങ്ങളെക്കാൾ സൈദ്ധാന്തിക ഉത്ഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആണ് റാഡ്ക്ലിഫ് ബ്രൗൺ, അതുപോലെ തന്നെ മാലിനോസ്കി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചിന്താഗതികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സമീപനം മുൻകാല പണ്ഡിതന്മാരുടെ അതായത് ചില സ്പെക്കുലേറ്റീവ് മെത്തേഡ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുൻകാല പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുൻകാല വക്താക്കളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതു നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രവർത്തനപരമായിട്ട് പരസ്പര ബന്ധിതമായിട്ടുള്ള സംവിധാനങ്ങളായി സമൂഹത്തെ പഠിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു വ്യക്തിയായിരുന്നു റാഡ്ക്ലിഫ് ബ്രൗൺ. ഓക്കെ, അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗൺ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് റെപ്രസെന്റ് സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ് ഇൻ ആന്ത്രോപോളജിക്കൽ തിങ്കിങ്. അതായത് ആന്ത്രോപോളജിക്കൽ തിങ്കിങ്ങിൽ വളരെയധികം ഒരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിലൂടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്പെക്കുലേറ്റീവ് മെത്തേഡ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനത്തെ മാറ്റിയിട്ട് ഹിസ്റ്ററിയുടെ ഫോക്കസ് ഓൺ ഒറിജിൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡിഫ്യൂഷൻ ഓഫ് കൾച്ചറൽ ട്രൈഡ്സ്. റാഡ്ക്ലിഫ് ബ്രൗൺസ് അപ്രോച്ച് സെന്റർ ഓൺ ദ ബിലീഫ് ദാറ്റ് സൊസൈറ്റീസ് ഫങ്ഷൻ ആസ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. എങ്ങനെയാണ് സൊസൈറ്റിയിലെ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് പരസ്പര ബന്ധിതമായിട്ടുള്ള സംവിധാനങ്ങളായിട്ട് സമൂഹങ്ങൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നതിലേക്കാണ് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആര്? റാഡ്ക്ലിഫ് ബ്രൗൺ. ഓക്കെ, അപ്പൊ അദ്ദേഹം തന്നെ പല അവസരങ്ങളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ഫങ്ഷണലിസ്റ്റ്, ഒരു പ്യൂർ ഫങ്ഷണലിസ്റ്റ് അല്ല. അദ്ദേഹത്തിന്റെ ഫങ്ഷണലിസം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാലിനോസ്കി ആണ് പ്യൂർ ഫങ്ഷണലിസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹമാണ് ഒരു ഫങ്ഷണലിസ്റ്റ് ആശയം, പ്യൂർ ഫങ്ഷണലിസ്റ്റ് ആശയം കൊണ്ടുവന്നത്. റാഡ്ക്ലിഫ് ബ്രൗണിന്റെ അദ്ദേഹം ഒരു ഫങ്ഷണലിസ്റ്റ് ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഫങ്ഷണലിസം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആണ്. സോ ദാറ്റ് ഇദ്ദേഹത്തിന്റെ ഫങ്ഷണലിസത്തെ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് വിളിക്കുകയും ഇദ്ദേഹത്തെ ഫാദർ ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. In this view, society is composed of interdependent parts that work together to maintain stability and continuity. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇദ്ദേഹം പറയുന്നു, അദ്ദേഹം സമൂഹത്തെ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ട് പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് സമൂഹം എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അത്തരത്തിലൊരു ഈ ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ സൊസൈറ്റി ഈസ് കമ്പോസ്ഡ് of interdependent parts
ഓക്കെ, അതായത് വളരെ ഒരുപാട് ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള പാർട്സുകളാൽ ആണ് സമൂഹം എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. സോ ഈ ഇന്റർഡിപെൻഡന്റ് പാർട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തില് സ്റ്റെബിലിറ്റിയും കണ്ടിന്യൂറ്റിയും നിലനിർത്താനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ആരുടെ അഭിപ്രായം, മാലിനോസ്കിയുടെ അഭിപ്രായം. സോ ഇതാണ് അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. അദ്ദേഹം സൊസൈറ്റിയുടെ ഫങ്ഷനെ എങ്ങനെ അത് ഒരു സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർഡിപെൻഡന്റ് പാർട്സുകൾ കൂടി കമ്പോസ് ചെയ്തുകൊണ്ടാണ് ഒരു സൊസൈറ്റി ഫോം ആകുന്നത്. അപ്പൊ ഈ പാർട്സുകൾ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിയും കണ്ടിന്യൂറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ അത്തരത്തിൽ സൊസൈറ്റിയുടെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് റാഡ്ക്ലിഫ് ബ്രൗൺ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ആ ഒരു സമീപനം അതെന്താണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അതായത് സൊസൈറ്റി പ്രവർത്തിക്കുന്ന സമൂഹങ്ങൾ സംയോജിതമായിട്ടുള്ള സംവിധാനങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്റർഡിപെൻഡന്റ് പാർട്സുകളായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് എന്താണ് ഒരു വൈവിധ്യമാർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള പാർട്സുകൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് സമൂഹം പ്രവർത്തിക്കുന്നത്. ഈ ഇന്റർഡിപെൻഡന്റ് പാർട്സുകൾ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകാം, വാല്യൂസ്, അതുപോലെ നോംസുകൾ, കൾച്ചർ എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ ഇന്റർഡിപെൻഡന്റ് പാർട്സുകൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ ഒരു യൂണിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത്തരത്തിൽ സമൂഹത്തിന്റെ യൂണിറ്റിയും സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്ന സാമൂഹിക ഘടനയെ കുറിച്ചിട്ടാണ് റാഡ്ക്ലിഫ് ബ്രൗൺ എന്ത് ചെയ്തിട്ടുള്ളത്, പഠനം നടത്തിയിട്ടുള്ളത് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ അദ്ദേഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചുമായി ബന്ധപ്പെടുത്തിയിട്ട് ചില പ്രധാനപ്പെട്ട കോർ എലമെന്റ്സുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ആ കോർ എലമെന്റ്സ് ഏതൊക്കെയെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നോക്കാം. ഫസ്റ്റ് കോർ എലമെന്റ് അദ്ദേഹത്തിന്റെ ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സൊസൈറ്റി ആസ് ആൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എന്നുള്ളതാണ്. അതായത് സമൂഹം എന്ന് പറയുന്നത് എന്താണ്, ഒരു സംയോജിത സംവിധാനമായിട്ടാണ് അദ്ദേഹം തന്റെ ഈ ഒരു അപ്രോച്ചിലൂടെ കാണുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞ കാര്യമാണ് അല്ലെ. Radcliffe Brown's conceptualized society as a system wherein each institution or part contribute to the overall stability and health of the whole. For Radcliffe Brownന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സമൂഹത്തെ സങ്കല്പിച്ചത് സമൂഹത്തിലെ ഓരോ സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഓരോ ഭാഗത്തിലും മൊത്തത്തിലുള്ളതും സ്ഥിരതയ്ക്കും ആരോഗ്യത്തിനും സംഭാവന നൽകുന്ന ഒരു സംവിധാനം ഉണ്ട് സമൂഹത്തിൽ എന്നാണ് അദ്ദേഹം റാഡ്ക്ലിഫ് ബ്രൗൺ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം വീക്ഷിക്കുന്നത് അങ്ങനെയാണ്. His ideas were influenced heavily by Emile Durkheim, who viewed society as analogous to biological organism. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു അപ്രോച്ചിന് മെയിൻലി അദ്ദേഹം എന്താണ് എമൈൽ ഡർക്കെയിമിന്റെ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മെയിൻലി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു എമൈൽ ഡർക്കെയിം. അപ്പൊ എമൈൽ ഡർക്കെയിമിന്റെ കാഴ്ചപ്പാടുകൾ വ്യൂ എന്ന് പറയുന്നത് റാഡ്ക്ലിഫ് ബ്രൗണിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പോലെ തന്നെ ബ്രൗണും പറയുന്നുണ്ട്, just as different organ in a living organism work together to ensure survival, Radcliffe Brown argued that different parts of society such as family, religion, politics and economy function collaboratively to maintain social equilibrium. എന്താണ് ഡർക്കെയിമിന്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം എന്താണ് ബയോളജിക്കൽ ഓർഗാനിസത്തെ അനലോഗീസ് ടു ബയോളജിക്കൽ ഓർഗാനിസത്തെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സൊസൈറ്റിയെ അത്തരത്തിലൊരു വ്യൂ പോയിന്റിൽ കണ്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ അതുപോലെ തന്നെ റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഡിഫറെന്റ് പാർട്സുകളുണ്ട്. ഏതൊക്കെയാണിത്? ഫാമിലി, റിലീജിയൻ, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, അതുപോലെ ഒരുപാട് പാർട്സുകൾ സൊസൈറ്റിയിലുണ്ട്. ഈ പാർട്സുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടാണ് സൊസൈറ്റിയിൽ ഒരു ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് സാമൂഹിക ഘടന എന്ത് ചെയ്യപ്പെടുന്നത്, നിലനിന്ന് പോകുന്നത് എന്നാണ് ആര് പറയുന്നത്, റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. ദിസ് ഓർഗാനിക് അനലോഗി ബിക്കം എ ഫൗണ്ടേഷൻ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹിസ് വ്യൂ ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു വ്യൂവിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു അടിത്തറയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചുമായി ബന്ധപ്പെടുത്തി റാഡ്ക്ലിഫ് ബ്രൗണിന്റെ
സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ച ഒരു ഫസ്റ്റ് എലമെന്റ് ആയിരുന്നു, ഒരു കോർ എലമെന്റ് ആയിരുന്നു സൊസൈറ്റി ആസ് ആൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് മനസ്സിലായോ? സൊസൈറ്റിയിൽ നിരവധി പാർട്സുകളുണ്ട്. ഈ പാർട്സുകൾ ഏതൊക്കെയാണ്? എക്കോണമി, റിലീജിയൻ, ഫാമിലി, പൊളിറ്റിക്സ് ഒക്കെയാണ്. അപ്പൊ ഈ പാർട്സുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയും അതിലൂടെ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് റാഡ്ക്ലിഫ് ബ്രൗൺ ഈ ഒരു കോൺസെപ്റ്റിലൂടെ, ഈ ഒരു എലമെന്റിലൂടെ, സൊസൈറ്റി ആസ് ആൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ വിശദീകരിക്കുന്നത്. നെക്സ്റ്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് സൊസൈറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു സമീപനത്തിൽ, ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു സമീപനവുമായി ബന്ധപ്പെടുത്തി പറയുന്ന രണ്ടാമത്തെ കോർ എലമെന്റ് ആണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് സൊസൈറ്റി. അതായത് ജീവജാലങ്ങളും അല്ലെ, ഓർഗാനിസം മീൻസ് ജീവജാലങ്ങളും സമൂഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്ന് അദ്ദേഹം തന്റെ വോക്കിലൂടെ എടുത്ത് പറയുന്നുണ്ട്. അതായത് ജീവിയും സമൂഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മെയിൻലി അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് റാഡ്ക്ലിഫ് ബ്രൗൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തെന്നല്ലേ, ഒരു ജീവജീവിക്ക് അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന് പരിമിതമായിട്ടുള്ള ആയുസാണുള്ളത് അല്ലെ. ഒരു മനുഷ്യന് എത്രയാണ്, കൂടി പോയാൽ ഇപ്പൊ എത്ര, ഒരു 70 വയസ്സ്, ഒരു 75 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ്, അങ്ങനെ അല്ലെ നമുക്കൊരു ആയുസുണ്ട്. അപ്പൊ അതൊരു അനിവാര്യമായി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിവാര്യമായിട്ട് അവരെന്താണ്, മരണത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ഏതൊരു സസ്യമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏതൊരു മൃഗമായിക്കൊള്ളട്ടെ, അവർക്കെല്ലാം ഒരു ഒരു ആയുസുണ്ട്. അതൊന്നും വരെ അത് എന്ത് ചെയ്തുള്ളൂ, അതിന് നിലനിൽപ്പുള്ളൂ. അതിനുശേഷം അനിവാര്യമായിട്ടും എന്ത് ചെയ്യും, അത് മരണത്തെ പ്രാപിക്കും. അപ്പൊ നേരെ മറിച്ച് സമൂഹങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണോ? സൊസൈറ്റി എങ്ങനെയാണോ? അല്ല, തുടർച്ചയായിട്ടുള്ളതാണ്. ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാർ വരുന്നു, ജനിക്കുന്നു, മരണപ്പെടുന്നു. എന്നിരുന്നാലും സൊസൈറ്റിയും സമൂഹവും സാമൂഹിക ഘടനയും അതെന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനൊരു അവസാനമില്ല എന്നുള്ളതാണ്. അത് തുടർച്ചയായിട്ടുള്ളതാണ്. അപ്പൊ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? തുടർച്ചയുള്ളതാണ്. പലപ്പോഴും വികസിക്കുകയും കാലക്രമേണ എന്ത് പറ്റുന്നു, പൊരുത്തപ്പെടുകയും ചെയ്യുന്ന, തലമുറകളായി അതിന്റെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹം ഗണ്യമായിട്ട് എന്ത് ചെയ്യപ്പെടും, രൂപാന്തരപ്പെടും എന്നുള്ളതാണ് പറയാൻ കഴിയും. അല്ലെങ്കിൽ അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം, ഓർഗാനിസവും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ജീവജാലവും സമൂഹവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അത് തന്നെയാണ്. ഓക്കെ, അത്തരത്തിൽ ഓർഗാനിസവും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു വേർതിരിവ് അദ്ദേഹം ക്ലിയർ ആയിട്ട് തന്റെ ഈ ഒരു സമീപനത്തിലൂടെ പറയുകയുണ്ടായി. അത് വിശദീകരിക്കാൻ, ആ ഒരു ഡിസ്റ്റിങ്ഷൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ച, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് സൊസൈറ്റി. Although Radcliffe Brown employed organic analogies, he was careful to draw distinction between biological organism and social system. This distinction highlights the differences between living organism and societies and clarify the limitation of the organic analogy. Clear അല്ലേ? ഇപ്പോ ഒരു ജീവി മരിക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു അല്ലെ. ഇപ്പൊ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഫങ്ഷൻ, നമ്മുടെ ബോഡി ഫങ്ഷൻ ഒക്കെ അവിടെ നിലയ്ക്കുകയാണ് അല്ലെ. അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു ബോഡിയിൽ നിന്ന്, നമ്മുടെ അവിടെ നമ്മുടെ ഘടനാ പ്രവർത്തനത്തിൽ നിന്ന് സ്വതന്ത്രമായി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ കഴിയും. ഉദാഹരണത്തിന് മരണശേഷം ഒരു സസ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെയോ ഘടന പരിശോധിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് വേർതിരിച്ചവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഒരു ജീവി മരിക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു, കൂടാതെ അതിന്റെ ഘടനയെ എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി പഠിക്കാനും കഴിയും എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് സാമൂഹിക ഘടനയും പ്രവർത്തനവും അന്തർലീനമായിട്ട് പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വേർതിരിച്ച് മാറ്റി, അല്ലെങ്കിൽ സാമൂഹിക ഘടനയും അതുപോലെ തന്നെ സമൂഹങ്ങളുടെ പ്രവർത്തനവും അന്തർലീനമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അവ വേർതിരിക്കാനാകില്ല. അതൊരു സമൂഹത്തിന്റെ ഘടനയിൽ വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക റോളുകൾ, ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകൾ പെർഫോം ചെയ്യുന്നു. സോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, സോഷ്യൽ റിലേഷൻഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാമൂഹിക ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുന്നു, അതായത് അതിലൂടെ ഒരു സാമൂഹിക ഘടന എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ സാമൂഹിക ഘടനയും അതുപോലെ തന്നെ സാമൂഹിക ഘടനയും സമൂഹ പ്രവർത്തനങ്ങളും പരസ്പരം അന്തർലീനമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് തന്റെ ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഒരു സമീപനവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ കഴിയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് ക്രിട്ടിക് ഓഫ് ഫങ്ഷണലിസം ആസ് എ ടേം. അതായത് ഫങ്ഷണലിസം ഒരു ടേം എന്ന നിലയിൽ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഇപ്പൊ മല്ലോസ്കി ആണ് പ്യൂർ ഫങ്ഷണലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സാംസ്കാരിക സമ്പ്രദായങ്ങൾ വ്യക്തിഗത ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു, ഒരു ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് ആയിരുന്നു മല്ലോസ്കി മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
റാഡ്ക്ലിഫ് ബ്രൗൺ ഈ പദത്തെ അല്ലെങ്കിൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറിച്ച് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ത്രോപോളജിയെ ഒരു അനുഭവശാസ്ത്രമായി സ്ഥാപിക്കാനായിട്ടാണ് റാഡ്ക്ലിഫ് ബ്രൗൺ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സമൂഹങ്ങൾക്കുള്ളിലെ പ്രവർത്തനപരമായ ബന്ധങ്ങൾ നിരീക്ഷിക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനുമാണ് റാഡ്ക്ലിഫ് ബ്രൗൺ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മറിച്ച് എന്താണ് മുൻവിധികളോട് കൂടിയോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളാലോ ബന്ധിതമായിട്ട് നമ്മൾ സമൂഹത്തെക്കുറിച്ച് അത്തരത്തിലൊരു ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചോട് കൂടി നമ്മൾ സമൂഹത്തെ പഠിക്കാൻ പാടില്ല. പകരം എങ്ങനെയാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള പഠനത്തിന്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അങ്ങനെ സാമൂഹിക ഘടനയെക്കുറിച്ച് മനസ്സിലാക്കണം, നിലനിൽക്കുന്ന സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം, അതിലൂടെ സമൂഹത്തിന്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കണം എന്നൊക്കെയാണ് റാഡ്ക്ലിഫ് ബ്രൗൺ അഭിപ്രായപ്പെട്ടത്. സോ മല്ലോസ്കിയുടെ ഈ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ആശയത്തെ ആരെ എതിർത്തിരുന്നു? റാഡ്ക്ലിഫ് ബ്രൗൺ എതിർത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻഡിവിജ്വൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ഒട്ടും തന്നെ യോജിക്കാത്ത ഒരാളായിരുന്നു റാഡ്ക്ലിഫ് ബ്രൗൺ. Okay, while Malinowski embraced the term functionalism to describe his focus on how cultural practices made individual needs, Radcliffe Brown had reservation about this term. He saw the label functionalism as potentially misleading and limiting, preferring a scientific approach devoid of ideological frame. So, Radcliffe Brown സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു അപ്രോച്ചുമായി ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന കോൺസെപ്റ്റുകൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത്? ഇൻട്രൊഡ്യൂസ് എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റി. സമൂഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ബൈ വ്യൂവിംഗ് സൊസൈറ്റി ആസ് ആൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം, he proposed that each part of or institution contribute to social stability. അപ്പോൾ അദ്ദേഹം എന്താണ് സൊസൈറ്റിയെ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയും സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരുപാട് പാർട്സുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് സൊസൈറ്റിയുടെ സോഷ്യൽ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് റിജക്ടിങ് ദ നോഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് നീഡ്സ്. He preferred to speak in terms of necessary condition of existence that social institution have to maintain. അദ്ദേഹം എന്താണ് പ്രീഡിഫൈൻഡ് നീഡ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ അദ്ദേഹം റിജക്ട് ചെയ്യുകയും കൂടാതെ എന്താണ് നെസസറി കണ്ടീഷൻ ഓഫ് എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ നെസസറി കണ്ടീഷൻസ് അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുകയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നതിലേക്കൊക്കെയാണ് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. But this perspective allowed him to analyze social structure without pursuing any inherent purpose behind them. Okay, അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുവാണ്. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമ്മൾ കോർ എലമെന്റ്സുകൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തു, അതൊക്കെ തന്നെയാണ് മേ ബി ഇതിലോട്ടും കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട കീ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ റാഡ്ക്ലിഫ് ബ്രൗൺ സ്ട്രക്ചറൽ ഫങ്ഷണലിസം സോഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സൊസൈറ്റൽ സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ആർ മെയിൻറ്റെയിൻഡ് ത്രൂ ഇന്റർഡിപെൻഡന്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ദാറ്റ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ ടു അപ്ഹോൾഡ് സോഷ്യൽ ഓർഡർ. He established 3 key assumptions in his approach. Okay, അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് മിനിമം ഇന്റഗ്രേഷൻ ഓഫ് പാർട്സ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത് സമൂഹത്തിന്റെ അതിജീവനം അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന്റെ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സമൂഹങ്ങൾ ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ സംഘർഷഭരിതമോ ആയ ഗ്രൂപ്പുകളായിട്ട് ഛിന്ന ഭിന്നമായി പോകാത്തതിനുള്ള ഒരു അല്ലെങ്കിൽ പോകുന്നത് തടയുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഇന്റഗ്രേഷൻ ഓഫ് പാർട്സ് എന്നുള്ളത്. അല്ലെങ്കിൽ സമൂഹത്തിലെ വിവിധ പാർട്ടുകൾ തമ്മിലുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കി കൊണ്ട് പോകാതെ അല്ലെങ്കിൽ വിവിധ സംഘർഷഭരിതമായിട്ടുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റാതെ സമൂഹത്തെ ഒറ്റപ്പെട്ടതാക്കി മാറ്റാതെ ഒരുമിച്ച് നിർത്തുന്നു. ഇത്തരത്തിൽ സാമൂഹ്യ ഐക്യത്തിന് വളരെയധികം പ്രാധാന്യം എവിടെയുണ്ട്. അപ്പൊ റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നതനുസരിച്ച് ഒരു ഏകീകരണത്തിന്റെ അടിസ്ഥാനമില്ലാതെ ഒരു ഒരു സമൂഹവും നിലനിൽക്കില്ല. ഒരു ഏകീകരണം ഇല്ല എന്നുണ്ടെങ്കിൽ സമൂഹം എന്ത് ചെയ്യപ്പെടും? ശിഥിലീകരിക്കപ്പെടുമെന്നാണ് ആര് പറയുന്നത്? റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഓരോ ഭാഗവും, അതായത് കുടുംബം, മതം, സാമ്പത്തിക ഘടനകൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവ മറ്റുള്ളവയുമായി പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് സുസ്ഥിരവും ഏകീകൃതവുമായിട്ട് മൊത്തത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ഒരു പരസ്പര ആശ്രിതത്വം
സമൂഹത്തിൽ വ്യക്തികൾ വ്യത്യസ്തമായിട്ടുള്ള റോളുകളൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യപ്പെടും, ഈ പരസ്പര ആശ്രിതത്വം ഒക്കെ എന്ത് ചെയ്യും, കുറെ കൂടി ശക്തിപ്പെടുകയും അത് എന്താണ് സമൂഹത്തിന്റെ ഒരു തുടർച്ചയെ എന്ത് ചെയ്യപ്പെടും, തുടർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സോ ഇതിലൂടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സമൂഹത്തിൽ ഒരു ഫംഗ്ഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പൊ അത് സമൂഹത്തിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു റീസൺ തന്നെ സാമൂഹിക ഘടന മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സാമൂഹികമായിട്ട് ഒരു ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, സമൂഹത്തിൽ ഒരു യൂണിറ്റി സ്റ്റെബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അതാണ് ഈ മിനിമൽ ഇന്റഗ്രേഷൻ ഓഫ് പാർട്സ് എന്ന് പറയുന്ന അസംഷനുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആസ് എ പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാമൂഹികമായ ഏകീകരണത്തെയും ഐക്യദാർഢ്യത്തെയും പിന്തുണയ്ക്കുന്ന പ്രക്രിയയുടെ ഒരു കൂട്ടമായാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷനെ വീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ the concept of function refers to the process within social structure that supports social cohesion similar to biological process in organism. ഓക്കെ, ആൻഡ് ഇവിടെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് റാഡ്ക്ലിഫ് ബ്രൗൺ സമൂഹത്തിലെ നിലവിലെ സ്ഥിരതയ്ക്കും ഏകീകരണത്തിനും വേണ്ടിയിട്ട് സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതിൽ പഠനം നടത്താനാണ് അദ്ദേഹം കൂടുതൽ താല്പര്യം കാണിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ഏതൊരു ജീവജാലത്തിന്റെയും ജീവൻ നിലനിർത്താൻ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ സാമൂഹിക ക്രമം നിലനിർത്താൻ സാമൂഹിക സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നാണ് റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സമ്പ്രദായം വ്യക്തികളെ സാമൂഹികവൽക്കരിക്കുകയും സാമ്പത്തികവും സാമൂഹികമായ റോളുകൾ നിറവേറ്റാൻ അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയിൽ നിലനിർത്തുന്ന തൊഴിലാളികളെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ആവശ്യമായ തൊഴിലാളികളെ പിന്തുണയ്ക്കും. ആത്യന്തികമായി കുടുംബഘടനയെയും സാമൂഹിക സ്ഥിരതയും എന്ത് ചെയ്യും, ഇത് നമുക്ക് എക്കണോമിക് വെൽത്ത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കുടുംബഘടനയിൽ അത് മെച്ചമുണ്ടാകും, സാമൂഹിക സ്ഥിരത അവിടെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമൂഹത്തിലെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ പാർട്ടികൾ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു, അതിലൂടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സമൂഹം നല്ല രീതിക്ക് ഫങ്ഷൻ ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം റാഡ്ക്ലിഫ് ബ്രൗൺ തന്റെ ഈ ഒരു കോൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാമൂഹിക ഘടന അത് സമൂഹത്തിൽ ഒരു സോളിഡാരിറ്റി, ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ സാമൂഹിക ഐക്യത്തിന് സംഭാവന നൽകുന്ന ചില ഘടനാപരമായിട്ടുള്ള സവിശേഷതകൾ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ട്. എന്താണ് ആ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കിൻഷിപ്പ്, റിലീജിയൻ, പൊളിറ്റിക്സ്, ഇതൊക്കെ ഇതൊക്കെ പ്ലേ എസെൻഷ്യൽ റോൾ ഇൻ സസ്റ്റെയിനിങ് സോഷ്യൽ സോളിഡാരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പൊ ഇതൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെല്ലാം കിൻഷിപ്പോ റിലീജിയനും പൊളിറ്റിക്സും ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെല്ലാം തന്നെ എന്താണ് സമൂഹത്തിൽ സോളിഡാരിറ്റി സ്റ്റെബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ സാമൂഹിക ഐക്യത്തിനും ഒക്കെ സംഭാവന നൽകുന്ന ഘടനാപരമായിട്ടുള്ള സവിശേഷതകളാണെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ഘടനാപരമായ സവിശേഷതയായിട്ട് അദ്ദേഹം രക്തബന്ധത്തെ അല്ലെങ്കിൽ കിൻഷിപ്പിനെ കാണുന്നു. ബന്ധുത്വ സംവിധാനങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ബന്ധങ്ങളും വളർത്തുക അല്ലെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സഹായിക്കുകയും ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഓരോ വ്യക്തികൾക്കും ഓരോ ഡിഫറെന്റ് റോളുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തിലും കമ്മ്യൂണിറ്റിയിലും ക്രമവും തുടർച്ചയും നിലനിർത്താൻ ഈ ഒരു വ്യത്യസ്തമായിട്ട് വ്യക്തികൾ പെർഫോം ചെയ്യുന്ന ഈ വ്യത്യസ്ത റോളുകൾ അവരെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇതിലൂടെ അവിടെ ഒരു ഐക്യം അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മതവും സാമൂഹിക ഐക്യദാർഢ്യം അല്ലെങ്കിൽ മതവും റിലീജിയനും എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിലെ ഐക്യദാർഢ്യം ഊട്ടിയുറപ്പിക്കുന്നുണ്ട് അല്ലെ. മതം റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നതിനനുസരിച്ചിട്ട് പങ്കിട്ട വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലൂടെ സാമൂഹിക ഐക്യത്തിന് സംഭാവന നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നത് റിലീജിയൻ അഥവാ മതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മതപരമായ ആചാരങ്ങൾ പലപ്പോഴും വ്യക്തികൾക്ക് സ്വന്തമായ ഒരു ബോധവും ലക്ഷ്യവും ഒരു വലിയ സമൂഹവുമായുള്ള ബന്ധവും എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ ഇത്തരത്തില് കിൻഷിപ്പ്, റിലീജിയൻ, പൊളിറ്റിക്സ് ഇതെല്ലാം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെല്ലാം തന്നെ സോഷ്യൽ സ്റ്റെബിലിറ്റി, സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമീപനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഈ അസംഷൻസുകളെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ 3 അസംഷനുകൾ പ്രധാനമായും നമ്മൾ പറഞ്ഞു അല്ലെ. അതെല്ലാം തന്നെ സമൂഹത്തിൽ ഒരു ഘടനാപരമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഫങ്ഷൻ എങ്ങനെ സാധ്യമാകുന്നു എന്നും അതുപോലെ തന്നെ സമൂഹങ്ങളെ ഏകീകൃത സംവിധാനങ്ങളായി വിശകലനം ചെയ്യുന്നത് എങ്ങനെയെന്നും മനസ്സിലാക്കി തരുന്ന ചില ആശയങ്ങളായിരുന്നു.
അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഏകീകരണവും ഐക്യദാർഢ്യവും ഘടനാപരമായ സവിശേഷതകൾ ഇതൊക്കെ എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഈ ഒരു സമീപനം വൈവിധ്യമാർന്ന സാംസ്കാരിക സന്ദർഭങ്ങളിൽ സാമൂഹിക ക്രമം നിലനിർത്തുന്ന സംവിധാനങ്ങളെ കുറിച്ചുള്ള മൂല്യവത്തായ ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് തരുന്നത്. But together these concepts illustrates how Radcliffe Brown structural functional approach analysis society as cohesive system. By focusing on how structural features contributing to the integration and solidarity of society, this approach offers valuable insights into the mechanism that maintain social order across diverse cultural contexts. സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചുമായി ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം സോഷ്യൽ ലൈഫിന്റെ സാമൂഹിക ജീവിതത്തിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. Radcliffe Brown's structural functionalism identifies key structural features within society that contribute to its stability and continuity. ഏതൊക്കെയാണ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെടുത്തിയിട്ട് സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം വിവരിക്കുന്ന സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഘടനാപരമായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ സോഷ്യൽ ഗ്രൂപ്പാണ്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നതെന്ന് വെച്ചാൽ ഈ സോഷ്യൽ സ്ട്രക്ചർ ആസ് ദ ബേസിക് ഓഫ് അനാലിസിസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ അനാലിസിസ് അല്ലെങ്കിൽ സൊസൈറ്റിയെ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താണ് സോഷ്യൽ സ്ട്രക്ചർ ആണ്. And അതുപോലെ he tried to explain interpersonal relationship and socially patterned way within the social structure. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് ഫാമിലിക്കകത്തുള്ള ഫാമിലി റിലേഷൻഷിപ്പ്, അതായത് ബന്ധങ്ങൾ, അതൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം ഒരു ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ഓഷ്യനിലെ ആൻഡമാൻ നിക്കോബാർസിലെ ആൻഡമാനീസ് എന്ന് പറയുന്ന ട്രൈബ്സ് വിഭാഗക്കാർക്കിടയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ഈ ഒരു വിഭാഗക്കാർക്കിടയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫീൽഡ് സ്റ്റഡിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം തന്റെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു തന്നെ വർക്കുകളൊക്കെ മെയിൻലി അദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡോക്ടറിൻ ഫിലോസഫി എന്ന് പറയുന്നത് ഈ ആൻഡമാൻ നിക്കോബാർസിലെ ആൻഡമാനീസ് എന്ന് പറഞ്ഞ ട്രൈബൽ വിഭാഗക്കാർക്കിടയിൽ നടത്തിയ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പഠനമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഡോക്ടറൽ ഫിലോസഫി ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൻഡമാൻ വിഭാഗക്കാർക്കിടയിൽ അല്ലെങ്കിൽ ആൻഡമാനീസ് എന്ന ട്രൈബ്സ് വിഭാഗക്കാർക്കിടയിൽ പഠനം നടത്തിയിട്ടുള്ള എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? റാഡ്ക്ലിഫ് ബ്രൗൺ ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അപ്പോൾ അദ്ദേഹം അതിന്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നത് ഈ സോഷ്യൽ സ്ട്രക്ചർ സാമൂഹിക ഘടന മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഇവിടെ സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, സാമൂഹിക ബന്ധങ്ങളാണ് ഈ സാമൂഹിക ഘടനയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഈ സോഷ്യൽ റിലേഷൻഷിപ്പിൽ തകരാറുണ്ടാകുമ്പോൾ അത് സോഷ്യൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. അപ്പൊ സാമൂഹിക ഘടനയെ പറ്റി പഠിച്ചു, എങ്ങനെ സ്ട്രക്ചർ നിലനിന്ന് പോകുന്നു, അത് എന്തുകൊണ്ട് മാറുന്നില്ല എന്നതൊക്കെയാണ് അദ്ദേഹം മെയിൻലി അദ്ദേഹം തന്റെ പഠനങ്ങളിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയുണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സോഷ്യൽ റിലേഷൻഷിപ്പിൽ തകരാറുണ്ടായി കഴിഞ്ഞാൽ സോഷ്യൽ സ്ട്രക്ചറിനെ അത് ബാധിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആൻഡ് അതായത് അതിന് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്, ഒരു ഫാമിലിക്കകത്ത് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്. അച്ഛൻ, അമ്മ, അല്ലെ, മക്കൾ അടങ്ങിയ ഒരു അവരെ അച്ഛന് പറയുന്ന അനുസരിച്ച് മക്കൾ കഴിയുന്നു. അങ്ങനെ ഒരു ഘടന ആ ഒരു ഫാമിലിയിൽ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു ഫാമിലിക്കകത്ത് ബ്രദേഴ്സ് തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്ക് എന്ന് പറയുന്നത് അത് ആ ഫാമിലിയുടെ സ്ട്രക്ചറിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാക്കുന്നു, ഫാമിലി ഡിസിൻറ്റഗ്രേഷന് കാരണമാകുന്നു. അപ്പൊ അവിടെ എന്താണ് അവരുടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്, ആ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്താണ് ഫാമിലിയുടെ ഡിസിൻറ്റഗ്രേഷന് തന്നെ കാരണമാകുകയും അത് ആ ഫാമിലിയുടെ സ്ട്രക്ചറിനെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും, സ്ട്രക്ചറിനെ തകിടം മറിക്കുകയും ചെയ്യും, ആ ഘടനയെ എന്ത് ചെയ്യും, ഇല്ലാണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സാമൂഹിക ഘടന എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പുകളിലെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക ഗ്രൂപ്പുകളുടെ ഇടയിലെ സാമൂഹിക ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതെന്നാണ് ആര് പറയുന്നത്? റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. ആൻഡ് ഈ ഒരു സാമൂഹിക ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ അത് അവിടെ ഡിസിൻറ്റഗ്രേഷന് കാരണമാവുകയും അത് സമൂഹത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ നെഗറ്റീവായി അഫക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടൊക്കെ അദ്ദേഹം മെയിൻലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ ഓഷ്യനിലെ ആൻഡമാൻ നിക്കോബാർസിലെ ആൻഡമാനീസ് എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗക്കാർക്കിടയിൽ പഠനം നടത്തിയിട്ടാണ്, അവിടെ ഫീൽഡ് വർക്ക് നടത്തിയിട്ടാണ് അദ്ദേഹം തന്നെ ഡോക്ടറൽ ഫിലോസഫിയൊക്കെ എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്. സോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ സാമൂഹിക ജീവിതത്തിലെ ഘടനാപരമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൽ സോഷ്യൽ ഗ്രൂപ്പാണ് ഫസ്റ്റ് വൺ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ ഗ്രൂപ്പിൽ എന്താണ് ഫാമിലി, അതുപോലെ തന്നെ ക്ലാൻ, ട്രൈബൽ ഗ്രൂപ്പ്സ്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പുകളാണ്. ഇതൊക്കെ സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു ഘടന മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഗ്രൂപ്പുകൾക്കകത്തെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകൾക്കുള്ളിലെ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ച്, സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആരാണ്, റാഡ്ക്ലിഫ് ബ്രൗൺ എന്താണ് അദ്ദേഹം തന്റെ പഠനത്തിലൂടെയൊക്കെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് സാമൂഹിക ഘടന, സോഷ്യൽ ഗ്രൂപ്പുകൾക്കുള്ളിൽ എന്താണ് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിലൂടെയാണ് സോഷ്യൽ ഗ്രൂപ്പുകൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള ലെവലിലാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. അപ്പൊ രണ്ടാമതായിട്ട് പറയുന്നത് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഗ്രൂപ്പ്സ്. അപ്പൊ ദ റോൾ ആൻഡ് റിലേഷൻഷിപ്പ് വിത്തിൻ ഗ്രൂപ്പ്സ് ദാറ്റ് എസ്റ്റാബ്ലിഷ് ക്ലിയർ എക്സ്പെക്ടേഷൻ, patterns of behavior and obligations, ensuring stability within the group. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു ഓരോ ഗ്രൂപ്പുകൾ, ബേസിക് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ അതാണ് ക്ലാൻ, ട്രൈബൽ ഗ്രൂപ്പ്, ഫാമിലി, ഇതൊക്കെ ബേസിക് ഗ്രൂപ്പുകളാണ്, സോഷ്യൽ ഗ്രൂപ്പുകളാണ്. അപ്പൊ ഈ ഗ്രൂപ്പുകളുടെ റോൾ ആൻഡ് ഈ ഗ്രൂപ്പുകൾക്കുള്ളിലെ ഈ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതെന്താണ്, എസ്റ്റാബ്ലിഷ് ക്ലിയർ എക്സ്പെക്ടേഷൻ, പാറ്റേൺ ഓഫ് ബിഹേവിയർ, ഒബ്ലിഗേഷൻസ് അല്ലെ. അതായത് ഈ ഗ്രൂപ്പുകൾക്കുള്ളിലെ ഒരു റിലേഷൻഷിപ്പ്, വ്യക്തികളുടെ റിലേഷൻഷിപ്പ്, അവരുടെ റോളുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്ക് ഓരോ റോളുകൾ ഉണ്ടാകാം, അവരുടെ സാമൂഹിക ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അതെല്ലാം എന്താണ്, അത് ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതും, അതുപോലെ തന്നെ പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബിഹേവിയർ എൻഹാൻസ് ചെയ്യുന്നതും ഒബ്ലിഗേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതും ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, കുട്ടികൾ. അപ്പൊ അച്ഛനൊരു എക്സ്പെക്ടേഷൻ, അച്ഛൻ്റെ ഒരു റോളിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അമ്മയുടെ റോളിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ കുട്ടികൾ എങ്ങനെയാണ് അച്ഛനോട് പെരുമാറേണ്ടത്, അതുപോലെ തന്നെ അമ്മയോട് എങ്ങനെ പെരുമാറണം, അത് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള അവരുടെ പാറ്റേൺ ഓഫ് ബിഹേവിയർ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻസ്, കടമകളുണ്ട്, പാരന്റ്സിന് കുട്ടികളോടുള്ള കടമകളുണ്ട്, അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് എന്താണ് ഒരു കടമകളുണ്ട് പരസ്പരം. അപ്പൊ ഇതൊക്കെ മക്കൾക്ക് അമ്മയോടും അച്ഛനോടും ഒക്കെ ഒരു കടമയുണ്ട്. അപ്പൊ ഈ ഒബ്ലിഗേഷൻസ് ഇതെല്ലാം തന്നെ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിനകത്ത് ആ സോഷ്യൽ റിലേഷൻഷിപ്പിനുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട്. സോ അപ്പൊ ഈ സോഷ്യൽ ഗ്രൂപ്പുകളിലൂടെ ഒരു ഇന്റേണൽ സ്ട്രക്ചർ കൂടി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നുണ്ട്. സോഷ്യൽ ലൈഫിലെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, അതിൽ മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് സോഷ്യൽ ഡിസഇന്റഗ്രേഷൻ ആണ്, സാമൂഹികമായിട്ടുള്ള വ്യത്യാസങ്ങൾ. For hierarchical classification such as caste or class that defines social identities and structural interactions within society, integrating individual into a broader social hierarchy. അതായത് ജാതി, വർഗം അല്ലെങ്കിൽ മറ്റ് ശ്രേണീപരമായിട്ടുള്ള ഘടനകൾ പോലെയുള്ള സാമൂഹിക വേർതിരിവുകൾ അത് സാമൂഹിക സ്വത്വങ്ങളെ നിർവചിക്കുകയും സമൂഹത്തിനുള്ളിലെ ഇടപെടലുകളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വ്യത്യാസങ്ങൾ വ്യക്തികൾ തങ്ങളെ തന്നെയും പരസ്പരം എങ്ങനെ കാണുന്നു എന്നതിനെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി സമൂഹത്തിനുള്ളിലെ സാമൂഹിക ബന്ധങ്ങളും ഇടപെടലുകളും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമൂഹിക ശ്രേണീപരമായിട്ടുള്ള ഹൈറാർക്കിയായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാമൂഹികമായ വ്യത്യാസങ്ങൾ വ്യക്തികളെ ഒരു സോഷ്യൽ ഹൈറാർക്കിയിലെ പ്രത്യേക തലങ്ങളിലേക്ക് സമന്വയിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം അല്ലേ. നമ്മളത് ചിന്തിച്ച് നോക്കുക. ഉദാഹരണത്തിന് ചില സമൂഹങ്ങളിലെ ജാതി വ്യവസ്ഥകൾ ഒരു വ്യക്തിയുടെ സാമൂഹിക നില അത് നിർണ്ണയിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ തൊഴിൽ, വിവാഹപരമായിട്ടുള്ള ഓപ്ഷനുകൾ അല്ലെ, മാരേജ് ഓപ്ഷൻസ്, ഇതൊക്കെ അവന്റെ സാമൂഹിക നില അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവന്റെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള നിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. സോ അപ്പോൾ അവിടെ ആലോചിച്ച് നോക്കൂ, അവിടെ ഒരു ഹൈറാർക്കിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് സാമൂഹികമായ വ്യത്യാസങ്ങൾ വ്യക്തികളെ സാമൂഹിക ശ്രേണിയുടെ പ്രത്യേക തലങ്ങളിലേക്ക് സമന്വയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സാമൂഹികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അത് സോഷ്യൽ ലൈഫിന്റെ ഭാഗമാണ്, അത് സ്ട്രക്ചറൽ ഫീച്ചർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഐഡന്റിറ്റികൾ നിർവചിക്കുന്നതിലൂടെ ജാതി അല്ലെങ്കിൽ വർഗം പോലുള്ള വ്യത്യാസങ്ങൾ വ്യക്തികൾ മറ്റുള്ളവരുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് നിർണ്ണയിക്കുന്നു എന്ന് പറയാം. അപ്പൊ ബഹുമാനം, അധികാരം, ബാധ്യതകൾ എന്നിവയുടെ മാതൃകകളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമുക്കറിയാം ജാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ ഇപ്പൊ ബ്രാഹ്മണ വിഭാഗക്കാരെയൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മൾ ഹൈലി അവരെന്ത് ചെയ്യുക, എന്താണ് അവരെ അരണ്യവർഗ്ഗക്കാരാണ്. അപ്പൊ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അല്ലെ.
അത്തരത്തിലുള്ള ഒരു എന്താണ് ഈ ഒരു സാമൂഹികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സാമൂഹിക വ്യത്യാസങ്ങൾ പലപ്പോഴും അസമത്വത്തിന്റെ ഉറവിടങ്ങളാണെങ്കിലും ഒരു വലിയ സാമൂഹിക വ്യവസ്ഥയിൽ വ്യക്തികളെ സമന്വയിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ സമന്വയിപ്പിക്കുന്ന ഒരു ഫാക്ടറായിട്ട് ഈ സോഷ്യൽ ഡിസിന്റഗ്രേഷൻ. അപ്പൊ ഘടനാപരമായ തുടർച്ച നിലനിർത്തുന്ന നിർവചിക്കപ്പെട്ട റോളുകളും ബന്ധങ്ങളും ഒക്കെ സ്ഥാപിക്കുന്നതിലൂടെ സാമൂഹിക ക്രമത്തിന് ഒരു സംഭാവന നൽകുകയാണ് ചെയ്യുന്നത് സോഷ്യൽ ഡിസിന്റഗ്രേഷൻ. പക്ഷേ ഇത് നോക്കൂ, ഇത് പലപ്പോഴും അസമത്വത്തിന്റെ ഒരു ഉറവിടം കൂടിയാണ്. എന്നിരുന്നാലും ഇതിന് മറ്റൊരു ആസ്പെക്ട് കൂടിയുണ്ട്. അത് എന്താണ്? സാമൂഹിക ക്രമത്തിന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് സോഷ്യൽ ഡിസിന്റഗ്രേഷൻസ് എന്നുള്ളതാണ്. സോ ഇപ്പൊ സോഷ്യൽ ഡിസിന്റഗ്രേഷനും എന്താണ്? അതും എന്താണ്? നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ ഒരു സ്ട്രക്ചറൽ ഫീച്ചർ ആയിട്ട് തന്നെ പറയാം. നെക്സ്റ്റ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ഡയാഡിക് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, അദ്ദേഹത്തിന്റെ ഈ ഒരു അപ്രോച്ചുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് കിൻഷിപ്പ്. കിൻഷിപ്പ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് റാഡ്ക്ലിഫ് ബ്രൗൺ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര കുറച്ചുകൂടി ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കിൻഷിപ്പ് സിസ്റ്റത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒന്നാണ്, ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിൻഷിപ്പ് ആണ് ഇതെന്ന് പറയുന്നത് ഡയാഡിക് ഫീച്ചർ അല്ലെങ്കിൽ ഡയാഡിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഡയാഡിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബന്ധം, അതാണ് പ്രാഥമികം. അതായത് പ്രാഥമികമായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഏറ്റവും ഫണ്ടമെന്റൽ എന്നാണ് ആര് പറയുന്നത്? റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. അത്തരത്തിലുള്ള ഈ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ്, ടു പേഴ്സൺസ്, രണ്ട് വ്യക്തികൾ തമ്മിൽ വൺ ടു വൺ റിലേഷൻഷിപ്പ് ഇല്ലേ, അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇതാണ് അദ്ദേഹം ഡയാഡിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഡയാഡിക് റിലേഷൻഷിപ്പ് ആണ് കിൻഷിപ്പ് സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നാണ് അദ്ദേഹം റാഡ്ക്ലിഫ് ബ്രൗൺ തന്റെ ഈ ഒരു വ്യൂവിലൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ ഡയാഡിക് റിലേഷൻഷിപ്പ് ഈസ് വൺ ടു വൺ ഇന്റർഡിപെൻഡന്റ് റോൾസ്, എക്സാമ്പിൾ പാരന്റ് ചൈൽഡ്, മാസ്റ്റർ സെർവന്റ്, that establish reciprocal responsibilities contributing to the functional of social structure through mutual support. അപ്പൊ എന്താണ് ഡയാഡിക് ബന്ധങ്ങൾ അല്ലെങ്കിൽ പരസ്പര ബന്ധങ്ങൾ എന്ന് തന്നെ പറയാം. അതായത് സാമൂഹിക ഘടനയിലെ പരസ്പര ആശ്രിത റോളുകളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ഡയാഡിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. എക്സാമ്പിൾ പാരന്റ് ചൈൽഡ്, അച്ഛനും എന്താണ് കുട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻ, മാസ്റ്റർ സെർവന്റ് തമ്മിലുള്ള റിലേഷൻ, ഇതൊക്കെ ബേസിക് റിലേഷൻഷിപ്പ്, സാമൂഹിക ബന്ധങ്ങളാണ്, റിലേഷൻഷിപ്പുകളാണ്. അതാണ് ഈ ഡയാഡിക് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാതാപിതാക്കൾ, കുട്ടി, യജമാനൻ, സേവകൻ അല്ലെങ്കിൽ നേതാവ്, അനുയായി തുടങ്ങിയ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള ഈ റോളുകൾ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വൺ ടു വൺ പേഴ്സൺ തമ്മിൽ പരസ്പര ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളെയും ഒക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബേസിക് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഡയാഡിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പരസ്പര പിന്തുണയിലൂടെ സാമൂഹിക ഘടനയുടെ പ്രവർത്തനത്തിന് സംഭാവന നൽകുന്ന, പരസ്പര ഉത്തരവാദിത്തങ്ങൾ സ്ഥാപിക്കുന്ന, പരസ്പരം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന റോളുകൾ ഉൾപ്പെടുന്ന ഈ ഒരു വൺ ടു വൺ റിലേഷൻഷിപ്പ് ആണ് ഡയാഡിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇത് ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് ആണ്. ഇത് കിൻഷിപ്പ് സിസ്റ്റത്തിന്റെ തന്നെ ഒരു പ്രധാന സവിശേഷതയാണ്. ഇത് സാമൂഹിക ഘടനയെ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറൽ ഫീച്ചർ ആയിട്ട് തന്നെ നമുക്ക് പറയാം. സോ ഈ ഒരു കോൺസെപ്റ്റുകൾ, ഈ ഒരു സവിശേഷതകൾ എന്ന് പറയുന്നത് കൂട്ടായിട്ട് സാമൂഹിക ക്രമവും ഏകീകരണവും തുടർച്ചയൊക്കെ ശക്തിപ്പെടുത്തുന്ന ബന്ധങ്ങളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുന്ന കോൺസെപ്റ്റുകളാണ്. സോഷ്യൽ ഗ്രൂപ്പുകളായിരുന്നാലും ഗ്രൂപ്പുകളുടെ ആന്തരിക ഘടനയായിരുന്നാലും ഈ ഒരു സോഷ്യൽ ഹൈറാർക്കി അല്ലെങ്കിൽ സോഷ്യൽ ഡിസിന്റഗ്രേഷൻ ആയിരുന്നാലും അതുപോലെ തന്നെ ഡയാഡിക് റിലേഷൻഷിപ്പ് ആയിരുന്നാലും എല്ലാം എന്താണ്? സമൂഹത്തിൽ കൂട്ടായിട്ടുള്ള ഒരു സാമൂഹിക ക്രമവും ഏകീകരണവും തുടർച്ചയും സ്റ്റെബിലിറ്റിയും കണ്ടിന്യൂറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാക്ടർ ആയിട്ടാണ് റാഡ്ക്ലിഫ് ബ്രൗൺ വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘടനാപരമായ സവിശേഷതകൾ പരിശോധിക്കുന്നതിലൂടെ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ സമീപനം സമൂഹങ്ങൾ ഏകോപനം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ കാലക്രമേണ സ്ഥിരത നിലനിർത്തുന്നതിനുമായി സ്വയം സംഘടിപ്പിക്കുന്ന അടിസ്ഥാന മാർഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് തരുന്നതാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. These features collectively create a network of relationship that reinforce social order, integration and continuity. By examining these structural features, Radcliffe Brown's approach offers insight into the fundamental ways in which societies organize themselves to maintain cohesion and sustain stability over time.
ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റാഡ്ക്ലിഫ് ബ്രൗണിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന അപ്രോച്ച്, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിലെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു ഓൾ.